Good morning. Question paper നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പറയോ? ആരെങ്കിലും ഒന്ന് വായിക്കോ? നമ്മൾ എവിടെ വരെ പറഞ്ഞത്? CRM-ന്റെ ഒക്കെ പറഞ്ഞില്ലേ എക്സ്പാൻഡഡ് ഫോം? ലാസ്റ്റ് ക്വസ്റ്റ്യൻ എവിടെയാ പറഞ്ഞേ? കണ്ടിന്യൂ ചെയ്ത് നമുക്ക് നോക്കാന്ന് വിചാരിച്ചാണ്. കേൾക്കണ്ടേ നിങ്ങള്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? യെസ്, ഒന്ന് പറഞ്ഞാ മതി. ഞാൻ ഇവിടെ മ്യൂട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ ആരെങ്കിലും ഒന്ന് വായിക്കോ? അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എവിടെ വരെ പറഞ്ഞത്? ആരെങ്കിലും നോട്ട് ചെയ്തെടുത്തേണ്ടോ? നോട്ട് ചെയ്യുന്നുണ്ടാന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഓർക്കണ്ടോ? എക്സ്പാൻഡ് CRM പറഞ്ഞില്ലേ? ഫ്രണ്ട് ഓഫീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, കസ്റ്റമർ റിലേഷൻ പറഞ്ഞു അല്ലെ? കസ്റ്റമർ റിവ്യൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് ഫ്രണ്ട് ഓഫീസ് ഈസ് വർക്കിംഗ് ലാർജ് അവേഴ്സ്. എത്ര ടൈമാണ് വർക്കിംഗ് വരുന്നത്? 12, 10, 24, 8. എത്ര അവേഴ്സ് ഉണ്ട്? ഫ്രണ്ട് ഓഫീസ് ഈസ് വർക്കിംഗ് 24 hours അല്ലെ? 24 മണിക്കൂറുണ്ട്. ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയ കംസ് അണ്ടർ ഫ്രണ്ട് ഓഫീസ്? ഏതൊക്കെയാണ് ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്ന ഏരിയകൾ കേട്ടോ? നോക്കിയേ. കൺസൾട്ടേഷൻ, മെയിൻ റിസപ്ഷൻ, C diagnostic area, D all of the above. ഏതൊക്കെയാ വരുന്നേ? D അല്ലേ? കൺസൾട്ടേഷൻ വരുന്നുണ്ട്, മെയിൻ റിസപ്ഷൻ ഏരിയ വരുന്നുണ്ട്, ഡയഗ്നോസ്റ്റിക് ഏരിയ വരുന്നുണ്ട് അല്ലെ? ഓൾ ഓഫ് ദ എബോവ്. എല്ലാവരും ഏതിന്റെ കീഴിൽ വരുന്ന? ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്നതാണ്. അടുത്ത നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്? ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത് ഏതൊക്കെ? അതിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെ? ഓപ്ഷൻസ് ഞാൻ വായിക്കാം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കാം. മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്സ്. റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണോ? നോക്കാം. മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്സ്. Deals with the incoming and outgoing post. Deals with the incoming and outgoing post. Then move patient through appointments are scheduled. ഷെഡ്യൂൾ ചെയ്ത ആ അപ്പോയിന്റ്മെന്റ്സിൽ കൂടെ പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കുക, കൃത്യമായിട്ട് കൊണ്ടുപോകാം. മൂവ് പേഷ്യൻസ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആസ് ഷെഡ്യൂൾഡ്. Then the all of the above. ഓപ്ഷൻ ഏത് ഓപ്ഷൻ വരും? ഏതൊക്കെയാണ് കീഴിൽ വരുന്നത്? അല്ലേ? എല്ലാരും വരുന്നുണ്ട്. മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്സ്, ഡീൽസ് വിത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട്ഗോയിങ് പോസ്റ്റ്, മൂവ് പേഷ്യന്റ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആസ് ഷെഡ്യൂൾഡ്. മൂന്നും റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. അടുത്ത നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് that assist the dash work. A medical ventilator is an equipment that assists the dash work. എന്തിന്? ഓപ്ഷൻ A kidney, ഓപ്ഷൻ B lungs, ഓപ്ഷൻ D C heart, ഓപ്ഷൻ D brain. ഇതാണ് ലങ്സ് അല്ലെ? ലങ്സിന്റെ വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ആയുർവേദ ഹെൽത്ത് കെയറിന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആയുർവേദ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്, സയൻസ് ഓഫ് എർത്ത്, സയൻസ് ഓഫ് ലൈഫ്, സയൻസ് ഓഫ് ആർട്ട്, സയൻസ് ഓഫ് മെഡിസിൻ. ഇതാണ് ആയുർവേദ. ഓപ്ഷൻ ബി അല്ലെ, സയൻസ് ഓഫ് ലൈഫ് ആണ് ആയുർവേദ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻ ആയുഷ് സയൻസ് ഓഫ് ലൈഫ്. ഇപ്പൊ നമ്മൾ വായിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് എന്താ പറയാ, ഈ പറയുന്നതിന്റെ ഒപ്പം തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ഇപ്പൊ അത് നോക്കണ്ട, ആ രീതിക്ക് നോക്കിയിരിക്കാം. അടുത്ത നോക്കിയേ, ഇൻ ആയുഷ് ആയുഷില് എ സ്റ്റാൻഡ്സ് ഫോർ. എ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആയുഷ്. ആയുഷ് എന്ന് പറഞ്ഞ വേർഡില് എ എന്ന് പറയുന്നത് എന്തിനാ? ആയുർവേദ. ഓപ്ഷൻ ബിയില് അലോപ്പതി, ഓപ്ഷൻ സി ആയുർവേദ. ഓക്കെ, വേണ്ട ബാക്കി നോക്കണ്ട അല്ലെ. ആയുഷില് എ എന്ന് പറഞ്ഞ ലെറ്റർ ആയുർവേദത്തിന്റെയാണ്. വൈ ഏതാണ്? വൈ യോഗ. ഓക്കെ, യുവോ യു. ആയുഷില് യു, യുനാനി. ഓക്കെ, വെരി ഗുഡ്. ദെൻ എസ്ഒ സിദ്ധ. ദെൻ ലാസ്റ്റ് എച്ച് എന്തിനെ സൂചിപ്പിക്കുന്നത്? എച്ച് ഹോമിയോപ്പതി. ഓക്കെ, വെരി ഗുഡ്, ഹോമിയോപ്പതി. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹം ചോദിച്ചേക്കുന്നത്, വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ? ഏറ്റവും ഫസ്റ്റ് ലെവൽ ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. ഡിസ്ട്രിക്ട് ലെവൽ, നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, നൺ ഓഫ് ദ എബോ. ഏറ്റവും മുകളിലുള്ളത് ഏതായിരുന്നു? ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചല്ലേ. ഏറ്റവും ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും ഫസ്റ്റത്തെ മുകളിലുള്ളത് ഏതാണ്? നാഷണൽ ലെവൽ. ഓക്കെ, നാഷണൽ ലെവൽ. നാഷണൽ ലെവൽ. നെക്സ്റ്റ്, ലേബർ റൂമിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Which equipment is used to maintain the body warming? Baby body warming. Which equipment is used to maintain the baby body warming? ഏത് എക്യുപ്മെന്റ് ആണ്? ഓപ്ഷൻ എയില് സ്റ്റെറിലൈസർ, ഓപ്ഷൻ ബിയില് ഫീറ്റൽ ഡോപ്ലർ, ഓപ്ഷൻ സിയില് റേഡിയന്റ് വാർമർ, ഓപ്ഷൻ ബിയില് നൺ ഓഫ് ദ എബോ. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ, റേഡിയന്റ് വാർമർ ആണ്. ഓക്കെ, okay, next one. LDRP stands for. LDRP stands for. LDRP stands for. ഏതാണ് LDRP? Labor, delivery, recovery, process. കറക്റ്റ് ആൻസർ എഴുതിയിട്ടുണ്ട്. ഇനി ഓപ്ഷൻസ് വായിക്കണ്ടല്ലോ. ഏതാണ് LDRP എന്ന് പറഞ്ഞാൽ? ലേബർ, ഡെലിവറി, റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടം. ഓക്കെ, നെക്സ്റ്റ്,
types of operation theatre? Which are the types of operation theatre? ഏതൊക്കെയാണ് പല ടൈപ്പ് ഓപ്പറേഷൻ തിയേറ്റർ എന്നാ ചോദിച്ചത് കേട്ടോ. എന്നിട്ട് ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, ഫസ്റ്റത്തേല് ഹൈബ്രിഡ് OT, modular OT, then integrated OT, then option D all of the above. ഏതൊക്കെയാ വരുന്നേ? എല്ലാരും വരുന്ന അല്ലെ. ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ പല ടൈപ്പ് നമ്മൾ പഠിച്ചാണ്, ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. Dash is a surgical theatre that is equipped with modern medical imaging devices like C-arms, CT scanners, MRI scanners, etc. ഏതാണ്? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്നതാണോ? ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ ആണോ? ഓപ്ഷൻ സിയില് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബവ്. Dash is a surgical theatre that is equipped with modern medical imaging devices. ഇതിനകത്ത് വരുന്ന ഓക്കെ വെരി ഗുഡ്. ഹൈബ്രിഡിൽ അല്ലേ, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന hybrid operation theatre. Next question, okay. The OT suit is designed on the concept of dark zones. എത്ര സോൺ ഉണ്ട് OT suitനെ? is designed on the concept of dark zones. Zone is it all in here? എത്ര സോണുകളാ? 2, 3, 4, none of the above. എത്ര സോണുകളായിട്ടാ? ഓക്കെ 4. OT സ്യൂട്ട് നമ്മൾ 4 സോൺസ് എന്നാ പറഞ്ഞേ അല്ലെ. നെക്സ്റ്റ് ഒരു എക്സ്പാൻഡഡ് ഫോം ആണ്, അതിൽ നിന്ന് തന്നെ ചോദിച്ചേക്കുന്നത്. എക്സ്പാൻഡ് TSSU. എക്സ്പാൻഡ് TSSU. Theatre Specific Supply Unit, Theatre Sterile Supply Unit, Theatre Special System Unit. Theatre Sterile Supply Unit. Okay, very good. Theatre Sterile Supply Unit. Theatre Sterile Supply Unit. ഓക്കെ, അത്രയൊക്കെയാണ് പേപ്പർ 1 ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പേപ്പർ 2 നോക്കാം. പഴയൊരു ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ, HA3 എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക കേട്ടോ. എന്താണ് അതിനകത്ത് നമുക്ക് ചോദിച്ചേക്കുന്നത്? ഇതാണ് മോർച്ചറി സർവീസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പേപ്പർ 2 കേട്ടോ ഞാൻ പറയുന്നത്. Clinical autopsy is performed by the dash. Clinical autopsy is performed by the dash. ആരാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്? പത്തോളജിസ്റ്റ്, ഓപ്ഷൻ ബി ഫോറൻസിക് എക്സ്പേർട്ട്, ഓപ്ഷൻ സിയില് റേഡിയോളജിസ്റ്റ്, ഓപ്ഷൻ ഡിയില് ഓപ്റ്റീഷ്യൻ. ആരാണ്? പത്തോളജിസ്റ്റ് അല്ലേ, പത്തോളജിസ്റ്റ്. Okay, next question. Clinical autopsy is carried out to diagnose the dash. ഇതിലെ തന്നെയാണ് കേട്ടോ, മോർച്ചറിയിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിനിക്കൽ ഓട്ടോപ്സി is carried out to diagnose the dash. ക്ലിനിക്കൽ ഓട്ടോപ്സി ആട്ടോ ചോദിച്ചേ. എന്തൊക്കെയാ അതിനകത്ത് ഓപ്ഷൻസ് വായിക്കാം. കോസ് ഓഫ് ഡെത്ത്, ഓപ്ഷൻ ബിയില് ടൈം ഓഫ് ഡെത്ത്, ഓപ്ഷൻ സിയില് ഡിസീസ്, then ഓപ്ഷൻ ഡിയില് സിറ്റുവേഷൻ ഓഫ് ഡെത്ത്. ക്ലിനിക്കൽ ഓട്ടോപ്സീസ് ക്യാരിഡ് ഔട്ട് എന്ത് ഡയഗ്നോസ് ചെയ്യാനാ? ഡെത്തിന്റെ കോസ് കാണാനാണോ? ടൈം മരിച്ച സമയം അറിയാനാണോ? ഡിസീസ് എന്താന്ന് അറിയാനാണോ? അതെയോ മരിച്ച സിറ്റുവേഷൻ എന്താന്ന് അറിയാനാണോ? എന്തിനു വേണ്ടിയാ നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്? ടു ഡയഗ്നോസ് ദ ഡാഷ്.
എന്താ കോസ് ഓഫ് ഡെത്ത്, ടൈം ഓഫ് ഡെത്ത്, ഡിസീസ്. ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലേ നമ്മൾ എന്താണ് രോഗം, എന്ത് രോഗം മൂലമാണ് മരിച്ചത് അല്ലെ, രോഗ കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കാനാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് CSST എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അത് ഏതാണ് ഓപ്ഷൻ മാത്രം ABC ഏതാന്ന് വെച്ചാൽ അത് മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഫുള്ള് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റെസ്പോൺസിബിലിറ്റി ചോദിച്ചേക്കുന്നത് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ CSST മാനേജർ? Which of the following is not the job responsibility? Job responsibility അല്ലാത്തതാർക്കടെ CSST മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് അല്ലാത്തത് ഏതാണ്? ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. ഓപ്ഷൻ എയിൽ തന്നേക്കുന്ന ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ് നോക്കാട്ടോ. CSST ആയിട്ട് റിലേറ്റ് ചെയ്ത് വന്നതാണോ, CSST മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ എന്ന് നോക്കാം. Which of the following is not the responsibility of the CSST manager? Option A യിൽ പറഞ്ഞത് displaying the sterilization process. Option B യിൽ പറയുന്നത് helps in the development and implementation of discharge plans. Help in the development and implementation of the discharge plans. Option C യിൽ inventory management of supplies and consumables. Inventory management of supplies and consumables. അടുത്ത ഓപ്ഷൻ D യിൽ supervising, guiding and training staff. Supervising, guiding and training staff. P ആണല്ലേ, ബാക്കിയെല്ലാം അതിനകത്ത് വരുന്നതാണ്. CSST മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അടുത്തത് നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ് ദ ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫോർ ഡാഷ്. പാക്കിംഗ് കഴിഞ്ഞു, സീലിംഗ് ചെയ്തു, ഇൻസ്ട്രുമെന്റ്സ് എങ്ങോട്ടാണ് പോകുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്ക്. ഫസ്റ്റ് ഓപ്ഷൻ എയില് ഡിസ്ട്രിബ്യൂഷൻ, ഓപ്ഷൻ B യില് സ്റ്റോറേജ്, ഓപ്ഷൻ C യില് സ്റ്റെറിലൈസേഷൻ, ഓപ്ഷൻ D യില് തന്നേക്കുന്നത് നൺ ഓഫ് ദ എബോ. നോക്കി ഏതാണ്? ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ്, പാക്ക് ചെയ്തു, സീൽ ചെയ്തു, ഇൻസ്ട്രുമെന്റ്സ് നെക്സ്റ്റ് എങ്ങോട്ടാ പോകുന്നത് പാക്ക് ചെയ്തതിനു ശേഷം? ഓപ്ഷൻ ആയിട്ട് ഇട്ടാലും മതി, അപ്പൊ ഞാൻ കറക്റ്റ് ആൻസർ പറയാം. നിങ്ങൾ ആ ടൈപ്പ് ചെയ്യുന്ന സമയം കളയുണ്ടാക്കി. ഓപ്ഷൻ എയില് ഡിസ്ട്രിബ്യൂഷനിലേക്കാണോ നേരെ പോകുന്നത്? ഓപ്ഷൻ B യില് സ്റ്റോറേജിലേക്കാണോ പോകുന്നത്? ഓപ്ഷൻ C യില് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്കാണോ പോകുന്നത്? ഓപ്ഷൻ D യില് നോക്കിയേ നൺ ഓഫ് ദ എബോ. എങ്ങോട്ടാ പോകുന്നത്? പാക്ക് ചെയ്തു, സീൽ ചെയ്തു, നെക്സ്റ്റ് സ്റ്റെറിലൈസേഷനിലേക്കാ പോകുന്നത് അല്ലെ, സ്റ്റെറിലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 7th one. ഇതൊരു ആംബുലൻസിനുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ഇൻ ഡാഷ് ആംബുലൻസ് സർവീസ് ദ കോസ്റ്റ് ഓഫ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി by themselves or through their insurance company. In dash ambulance service, the cost of the ambulance transport should be by themselves or through their insurance company. ഏത് ആ കോസ്റ്റ് അനുസരിച്ച് നമ്മൾ പറഞ്ഞില്ലേ ആംബുലൻസിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന്, അതിൽ ഏതിൽ വരുന്ന കേട്ടോ? കോസ്റ്റ് ഓഫ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ബൈ ദംസെൽസ്, paid by themselves or അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അവരത് അഫോർഡ് ചെയ്തോന്ന് പറഞ്ഞു. അത് ഏതിനകത്ത് വരുന്നതാണ്? ഹോസ്പിറ്റൽ. ഓപ്ഷൻ എയില് വരുന്നത് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്, അതിൽ വരുന്നതാണോ നോക്കിയേ. Then ഓപ്ഷൻ B യില് ചാരിറ്റി ഫണ്ടഡ് സർവീസ്, then ഓപ്ഷൻ C യില് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, then ഓപ്ഷൻ D യില് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. ഏതില് വരുന്നയാ? ഏതില് വരുന്നേ?
ടെസ്റ്റ് ഇല്ലേ? നോക്കിയേ പെട്ടെന്ന്. ഇല്ലാത്തത് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. തന്നെ നമ്മള് കോസ്റ്റ് അനുസരിച്ച് ആംബുലൻസിന് 4ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഫണ്ടഡ്, ഹോസ്പിറ്റൽ ഫണ്ടഡ്, ചാരിറ്റി ഫണ്ടഡ്, പ്രൈവറ്റ്ലി ഫണ്ടഡ്. പ്രൈവറ്റ്ലി അപ്പൊ തന്നെ അറിയാലോ. പിന്നെ എന്താ, നമ്മൾ തന്നെ അടയ്ക്കണം അല്ലേ? അതായത് പ്രൈവറ്റ്ലി ഫണ്ടഡ് ആണ്. എത്ര രൂപയാണോ കോസ്റ്റ് അത് നേരെ നമ്മൾ അടയ്ക്കണം. ഇനി ഇൻഷുറൻസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനീസ് അഫോർഡ് ചെയ്തോളൂന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ നോക്കാം. ചാരിറ്റി ആണെങ്കിലോ എന്താ പറഞ്ഞത്, നമ്മൾ ഫ്രീ ആണ് അവിടെ അല്ലേ? അവര് ആംബുലൻസ് തരുന്നതിന് ഫ്രീ ആണ്. ഹോസ്പിറ്റൽ ഫണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു അല്ലേ? അപ്പൊ എന്താ, അത്രയും ദിവസം ആ ഒരു വ്യക്തി ഹോസ്പിറ്റൽ സർവീസ് എടുത്തില്ലേ? അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ട് അവര് ഫ്രീ ആയിട്ട് ബോഡി എത്തിച്ച് തരും. അതല്ലേ പറഞ്ഞത്? ഓക്കെ. ഗവൺമെന്റ് ഫണ്ടഡ് ആണെങ്കിൽ നമ്മൾ എവിടെയാണോ, പഞ്ചായത്തിലാണെങ്കിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ എവിടെയാണോ, അപ്പൊ അവിടെ അവരിപ്പോ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു പറഞ്ഞിട്ട് ആ പഞ്ചായത്തിന്റെ കീഴിലുള്ള ആംബുലൻസ് നമുക്ക് തരുന്ന. അപ്പൊ പ്രൈവറ്റ്ലി ഫണ്ടഡിനേക്കാൾ കുറച്ച് പൈസ കുറവായിരിക്കും അവർ തരുന്ന സർവീസ്. നോക്കിയില്ലായിരുന്നോ നിങ്ങളത്? ക്ലിയർ അല്ലേ? അത് ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നോക്കിയേ, ഇനി ആ സിമ്പിൾ ആണ് ചോദിച്ചേക്കുന്നത്. അതിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിമ്പിൾ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ മെഡിക്കൽ എമർജൻസീസ്. ഇവിടെ പടം അല്ലാതെ കൊടുത്തത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാ കൊടുത്തേക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ് സിമ്പിൾ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സിമ്പിൾ, ഏത് സിമ്പിൾ ആണ് മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്? ഏത് സിമ്പിൾ ആണ് നോക്കിയോ കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ എയില് സ്റ്റാർ ഓഫ് ലൈഫ്. നമ്മൾ പഠിച്ച സിമ്പിൾ വന്നതാണോ നോക്കിയേ. സ്റ്റാർ ഓഫ് ലൈഫ്. ഓപ്ഷൻ ബിയില് റെഡ് ക്രോസ്. ഓപ്ഷൻ സിയില് മാൾട്ടീസ് ക്രോസ്. ഓപ്ഷൻ ഡിയില് ഓൾ ഓഫ് ദ എബോവ്. ഏതാ വരുന്ന സിമ്പിൾ ആയിരിക്കുക? ഓപ്ഷൻ ഡി. എല്ലാരും പഠിച്ചല്ലേ നമ്മുടെ? ഇതെല്ലാം സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, മാൾട്ടീസ് ക്രോസ്, ഇതൊക്കെ മെഡിക്കൽ എമർജൻസി കാണിക്കുന്നിടത്ത് വെക്കുന്ന സിമ്പിൾ ആണ് കേട്ടോ. മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിനുള്ള സിമ്പിൾ. അടുത്തത് റേഡിയോളജി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 ക്വസ്റ്റ്യൻ റേഡിയോളജിക്ക് ആണ്. ഞാൻ അടുപ്പിച്ച് അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോക്കി എടുത്ത് വെക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ചാപ്റ്റർ കൂടി പറഞ്ഞത്. ഓക്കെ. ആവശ്യമില്ല, നമുക്ക് അറിയാവുന്ന തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നോളജി ഈസ് യൂസ്ഡ് ടു ഒബ്സർവ് ഫീച്ചേഴ്സ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നോളജി ഈസ് യൂസ്ഡ് ടു ഒബ്സർവ് ഫീച്ചേഴ്സ്? ഏതാണ് ഫീച്ചേഴ്സ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്? എ അൾട്രാസൗണ്ട്, ഓപ്ഷൻ ബി CT സ്കാന്, ഓപ്ഷൻ സി എക്സ്റേ, ഓപ്ഷൻ ഡി MRI. എന്താണ് ഫീച്ചേഴ്സ്? അൾട്രാസൗണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഭ്രൂണ എംബ്രിയോ കുട്ടിയുടെ ഇതിന് നമ്മൾ പ്രഗ്നന്റ് ആ ടൈമിലൊക്കെ നമ്മൾ ഏത് ഇമേജിംഗ് ടെക്നോളജിയെ പറയുന്നേ? അൾട്രാസൗണ്ട് ആണ് അല്ലെ? കോസ്റ്റ് കുറവാണ്, ഏറ്റവും സേഫ് ആണ് അൾട്രാസൗണ്ട്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ. ഡാഷ് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് exposed to radiation as part of their diagnosis of treatment. Dash is the protection of patient. അത്രയും കണ്ടാൽ മതി അല്ലേ? നമുക്ക് ആൻസർ എഴുതാം. ഏതാണ് ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഓപ്ഷൻ എയില് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ ബിയില് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ സിയില് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ ഡിയില് none of the above. ഇതാണ് പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ്. മെഡിക്കൽ അല്ലേ? മെഡിക്കൽ ആണ്. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആണ്. ഒക്യുപേഷൻ ആകുമ്പോൾ സ്റ്റാഫിന്റെ ആണ് അല്ലെ? ആ ഒരു ജോലി, ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട്, അതായത് സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഒക്യുപേഷണൽ റേഡിയേഷൻ. പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷൻ ആണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ക്ലിയർ അല്ലേ? തെറ്റിക്കരുത് കേട്ടോ. അത് 3 മാർക്ക് ചോദിക്കാം. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ആർക്കിടെയാണ്? പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ്. ക്ലിയർ ആണ്? ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരൊക്കെ പഠിച്ചു പാടില്ലേ അത്? പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ്. ഇനി ഒരു എക്സ്പാൻഡഡ് ഫോം ആണ് അടുത്ത ചോദിച്ചേക്കുന്നത്. എക്സ്പാൻഡ് IAEA.
ഓപ്ഷൻ നിങ്ങൾ എക്സ്പാൻഡഡ് ഫോം മൊത്തം ടൈപ്പ് ചെയ്യണമെന്നില്ല. അതിന്റെ കറക്റ്റ് ഏതാന്ന് വെച്ചാൽ അത് ഇതിട്ടാൽ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഓപ്ഷൻ ഏതാന്ന് വെച്ചാൽ അതൊന്ന് മെസ്സേജ് ചെയ്താലും മതി കേട്ടോ. ഞാൻ ഓപ്ഷൻസ് വായിക്കാം. എക്സ്പാൻഡ് IAEA ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ കൊടുത്തിട്ട് ഇന്റർനാഷണൽ അറ്റോമിക് എമർജൻസി ഏജൻസി. ഓപ്ഷൻ ബിയില് ഇവിടെ കറക്റ്റ് ആൻസർ കിട്ടുമോ? ഓപ്ഷൻ ബിയിൽ കൊടുത്തേക്കുന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എമിഷൻ ഏജൻസി. ഓപ്ഷൻ സിയില് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോ. കറക്റ്റ് ഏതാ? IAEA. ഓപ്ഷൻ സിയിലെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ക്ലിയർ ആയി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്നുള്ളതാണ് കേട്ടോ. ഇത് നോക്കിയേ നിങ്ങളൊന്ന് വേറെ ഇതിലും പഠിച്ചിട്ടുണ്ടോ? നോക്കിയേ. ഡാഷ് ഈസ് എ ടെസ്റ്റ് ടു വ്യൂ ദ എയർവേസ് ആൻഡ് ഡയഗ്നോസ് ദ ലങ് ഡിസീസ്. ഏതാ ടെസ്റ്റ്? എയർവേയിൽ ലങ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയുള്ള ടെസ്റ്റ് ഏതാ? അറിയാമോ നോക്കിയേ. ഡാഷ് ഈസ് എ ടെസ്റ്റ് ടു വ്യൂ ദ എയർവേസ് ആൻഡ് ഡയഗ്നോസ് ലങ് ഡിസീസ്. ഓപ്ഷൻ സി ഞാൻ വായിക്കാം കേട്ടോ. ഓപ്ഷൻ എയില് ഫ്ലൂറോസ്കോപ്പി, ഓപ്ഷൻ ബിയില് ലാപ്രോസ്കോപ്പി, ഓപ്ഷൻ സിയില് ബയോപ്സി, ഓപ്ഷൻ ഡിയില് ബ്രോങ്കോസ്കോപ്പി. ലങ്സ് ആണ് ശ്രദ്ധിക്കുക. ബ്രോങ്കോസ്കോപ്പി. ഏതാ ഓപ്ഷൻ ഏതാ? എ ആണോ ബി ആണോ സി ആണോ ഡി? ഡി ലങ്സ് എന്ന് പറയും ബ്രോങ്കിയ അല്ലെ, ബ്രോങ്കിയോൾ. അത് വെച്ച് നോക്കാം. ബ്രോങ്കോസ്കോപ്പി ആണ്. ലങ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ബ്രോങ്കോസ്കോപ്പി ടെസ്റ്റ് ആണ്. ലങ്സ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ബ്രോങ്കോസ്കോപ്പി. ബ്രോങ്കസ് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് not comes under vector-borne transmission? Not comes under ആട്ടോ ചോദിച്ചത്. കീഴിൽ വരാത്തത് ഏത്? Vector-borne transmission അതില് വരാത്തത് ഏത്? Which of the following not comes under vector-borne transmission? Option A medications, option B flies, option C rat, option D mosquitoes. Which of the following not comes under vector-borne transmission? Okay, medication. Like ബാക്കിയൊക്കെ നമ്മള് നോക്കിയ ഫ്ലൈസ് ഉണ്ട്, റാറ്റ്സ്, മോസ്കിറ്റോ അതൊക്കെ ലിവിങ് ക്രീച്ചേഴ്സ് ആണ് അല്ലേ. മെഡിക്കേഷൻ ആണ് വെക്ടർ-ബോൺ ട്രാൻസ്മിഷനിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കി. നമ്മുടെ ആ ബബിൾസ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? നോക്കി അതിൽ നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോഴ്സ് പഠിച്ചു. Which of the following are the source of infection in the hospital? Which of the following are the source of infection in the hospital? Option A hospital persons, option B air, hospital, then option C vomiting contamination, option D all of the above. Source of infection നമ്മൾ ബബിൾസ് പഠിച്ചാലെല്ലാം ഹോസ്പിറ്റൽ പേഴ്സൺസിൽ നിന്ന് വരാം ഇൻഫെക്ഷൻ വരാം, എയർ വഴി ഇൻഫെക്ഷൻ വരാം, vomiting contamination ഒബ്ജക്ട്സിൽ നിന്ന് മറ്റുള്ള ഒബ്ജക്ട്സിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ വരാം. vomiting contamination. Then all of the above. Option D ആണ് correct. All of the above. Next question. ആംബുലൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. ആംബുലൻസ് സർവീസ് ഇല്ലേ, അതിൽ നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Dash is used to check for the amount of oxygen in the blood. ഏതാണ്? Dash is used to check for the amount of oxygen in the blood. ബ്ലഡിന്റെ ഓക്സിജൻ ലെവല്, ബ്ലഡിന്റെ ഓക്സിജൻ എമൗണ്ട് ചെക്ക് ചെയ്യുന്നത്, അത് ടെസ്റ്റ് ചെയ്യുന്നത് ഏതാണ്? ECG ആണോ? പൾസ് ഓക്സിമീറ്റർ. ഓപ്ഷൻ ബിയില് പൾസ് ഓക്സിമീറ്റർ, ഓപ്ഷൻ ബിയില് നെബുലൈസർ, ഓപ്ഷൻ ബിയില് BP മോണിറ്റർ. ഏതാ? പൾസ് ഓക്സിമീറ്റർ.
ഓക്സിമീറ്റർ ആണ് കേട്ടോ. എമൗണ്ട് ഓഫ് ഓക്സിജൻ ബ്ലഡ് പൾസ് ഓക്സിമീറ്റർ. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ആംബുലൻസ് സർവീസ് റിക്വയർ അറ്റ്ലീസ്റ്റ് ഡാഷ് ക്രൂ മെമ്പേഴ്സ്. അറ്റ്ലീസ്റ്റ് ഡാഷ് ക്രൂ മെമ്പേഴ്സ്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 10. എത്രയാ? 2 അല്ലെ? അറ്റ്ലീസ്റ്റ് നമ്മൾ പറഞ്ഞു 2 ക്രൂ മെമ്പേഴ്സ് എങ്കിലും വേണം. ഒരാള് ഡ്രൈവ് ചെയ്യാൻ, ഒരാള് പേഷ്യന്റിനെ നോക്കാൻ. ക്ലിയർ അല്ലേ? Next question. What is the full form of CSST? എളുപ്പമുള്ള question. CSST. അറിയാലോ, എന്താണ്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഈ ഓപ്ഷൻ ഞാൻ വായിക്കലാട്ടോ. ആണോ? സെൻട്രൽ ഓപ്ഷൻ കൊടുത്തിരുന്നത് സെൻട്രൽ സ്റ്റെറൈൽ സേഫ് ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ സ്റ്റെറൈൽ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഹൗ മെനി ഫങ്ഷണൽ ഏരിയാസ് ഇൻ CSST ഡിപ്പാർട്ട്മെന്റ്? എത്ര ഫങ്ഷണൽ ഏരിയ ഉണ്ട്? ഹൗ മെനി ഫങ്ഷണൽ ഏരിയാസ് ഇൻ CSST ഡിപ്പാർട്ട്മെന്റ്? ഓപ്ഷൻ എ നോക്കാം കേട്ടോ. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 6. എത്ര ഫങ്ഷണൽ ഏരിയ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ 6 ഫങ്ഷണൽ ഏരിയ. അതിന്റെ ഓർഡർ കറക്റ്റ് ചെയ്ത് നോക്കി വെക്കണം കേട്ടോ. 6 ഫങ്ഷണൽ ഏരിയ ഉണ്ട് കേട്ടോ. അതിന്റെ ഓർഡർ കറക്റ്റ് ആക്കി നോക്കി വെക്കാൻ. നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ പ്രീവിയസ്? അത് നമ്മൾ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് നെക്സ്റ്റ് പോകുന്നത് സ്റ്റെറിലൈസേഷൻ. അങ്ങനെ ആ ഓർഡർ കൂടി നോട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു മോർച്ചറിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രൈവറ്റ് മോർച്ചറി ഈസ് എ പാർട്ട് ഓഫ് ഡാഷ്. പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത് ഏതിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞേക്കണേ? ഹോസ്പിറ്റൽ. ഓപ്ഷൻ എ ഹോസ്പിറ്റൽ, ഓപ്ഷൻ ബി ഫ്യൂണറൽ ഹോംസ്, ഓപ്ഷൻ സി കെയർ ഹോംസ്, ഓപ്ഷൻ ഡി പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്. ഇത് ഫ്യൂണറൽ ഹോംസ് അല്ലെ? ഫ്യൂണറൽ ഹോംസ്. ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കഴിഞ്ഞു കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു നമ്മൾ പഠിപ്പിച്ച ആ സെക്ഷനിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. എളുപ്പമാണോ? ഇത്തിരി ബുദ്ധിമുട്ടുണ്ടോ? എളുപ്പമാണോ? റിപ്ലൈ വന്നില്ലല്ലോ എനിക്കിവിടെ. ഞാനിത് നോക്കി ഒരു വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നോക്കിയാലോ? രണ്ടെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന സമയം നോക്കാം. ഓക്കെ, കേട്ടിരുന്നാൽ മതിയല്ലോ. വെന്റിലേറ്റർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ആണ് എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. ഓൾറെഡി നമ്മൾ പറഞ്ഞത് തന്നെയാ. എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. സക്ഷൻ മെഷീൻ, നെബുലൈസർ, വെന്റിലേറ്റർ, പൾസ് ഓക്സിമീറ്റർ. ഒന്ന് നോക്കട്ടെ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുണ്ടെന്ന്. തന്നെ നോക്കാതെ നമുക്ക് തന്നെ ഒന്ന് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയാ കേട്ടോ. നമ്മൾ തന്നെ ഒന്ന് അസസ് ചെയ്ത് നോക്കുക. നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ഇത്രയും ക്ലാസ്സുകൾ കണ്ടു, നമ്മൾ ഇത്രയും പോർഷൻസ് കവർ ചെയ്തു അല്ലെ? ക്ലാസ്സുകളൊക്കെ കയറി നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ഇനി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊന്ന് നോക്കുക കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ച എത്ര മാർക്ക് നമുക്ക് കിട്ടുമെന്ന് അറിയാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് ആൻസർ? ലങ്സിന്റെ വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നത് വെന്റിലേറ്റർ. കറക്റ്റ് അല്ലേ? Next ventilator and then okay, human airway includes dash. Human airway includes dash. Nose, option B the throat, option C the voice box, option D the all of the above. എല്ലാം വരുന്നത് നോസ്, ത്രോട്ട്, വോയിസ് ബോക്സ് ഒക്കെ നമ്മുടെ ഹ്യൂമൻ എയർവേസിൽ വരുന്നതാണ് അല്ലെ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത നോക്കിയേ. The voice box is also called dash. Voice box നെ പറയുന്ന മറ്റൊരു പേര് നമ്മൾ സയന്റിഫിക് നെയിം കൂടി പറഞ്ഞില്ലേ? ഫാനക്സ്, ലാർനെക്സ്, ട്രക്കിയ, ബ്രോങ്കി. Voice box is
also called. Option ഏതാ? Option A pharynx, option B larynx, അല്ലേ? Pharynx. Option C trachea, option D bronchi. Next question. അവിടെ ചോദിച്ചിട്ടുണ്ട് ഹിസ്റ്ററിന്ന് ചോദിച്ചിരിക്കുന്നതാണ്. Who is the father of Ayurveda? Who is the father of Ayurveda? Sisruda, Charaka, Hippocrates, William T.G. Montol. Father of Ayurveda, Charaka. Okay. Next question. Okay. The first Indian physician and teacher lived in the University of Takshashila. And I know the first Indian physician and teacher lived in the University of Takshashila. Abba Takshina, Adivesa, option C Artraya, option D none of the above. Artraya. Option C Artraya. Next question. Okay. In which period the Unani medicine introduced? In which period the Unani medicine introduced? Option A Roman period, option B Arabic period, then option C Akbar's period, option B none of the above. Okay. Option C Akbar's period on Unani medicine. Akbar's period. Next front office question. Okay. Customer service is also known as dash. Customer service is also known as dash. Option A patient service, option B client service, option C hospital service, option D none of the above. Customer service is also known as client service. Option B correct. Client service. Client service. Ventilator question. Which of the following is a risk on being on a ventilator? Ventilator കിടക്കുമ്പോൾ ചില റിസ്കുകൾ ഉണ്ടാകാം ഇത് പഠിച്ചില്ലേ? അതിൽ ഏതൊക്കെയാ പറഞ്ഞേന്നുണ്ട്. ആ റിസ്കില് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്? A option A infection, option B blood clots, then option C vocal cord issues, option D all of the above. Which of the following is a risk on being on? എല്ലാം പഠിച്ചല്ലേ? ഇൻഫെക്ഷൻ സംഭവിക്കാം, ബ്ലഡ് ക്ലോട്ട് ആവാം, vocal cord issues ഉണ്ടാകാം, all of the above. Infection, blood clot, vocal cord issues, all of the above. Okay, next front office എന്നുള്ള question ആണ്. Which of the following is included in the functions of front office? Front office ന്റെ functions include ചെയ്തത് ഏത്? Which of the following is included in the functions of front office? Option A registration, option B cash collection, option C report making, option D all of the above. Front office functions ആണോ നോക്കിയേ? ഏതെല്ലാമാണ് ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ്? രജിസ്ട്രേഷൻ ഫംഗ്ഷൻ ആണോ? ക്യാഷ് കളക്ഷൻ ആണോ? റിപ്പോർട്ട് മേക്കിംഗ് ആണോ? ഓൾ ഓഫ് ദ എബോവ് ആണോ? കറക്റ്റ്. രജിസ്ട്രേഷൻ മാത്രമുള്ളോ? ഒന്ന് നോക്കി. ഫ്രണ്ട് ഓഫീസിൽ ഇല്ല. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കി, പെട്ടെന്ന് ഓടിച്ചു നോക്കിയേ.
കണ്ടുപിടിക്കുക. അപ്പൊ പിന്നെ നമ്മൾ മറന്നു പോവില്ല. Which of the following is included in the functions of front office? ആ പേജ് ഒന്ന് എടുത്ത് നോക്കിയേ. വെച്ചെടുത്തോ? വെച്ചെടുത്ത് വായിച്ചു നോക്കിയോ? നമ്മൾ പറഞ്ഞതൊക്കെ വന്നിട്ടുണ്ടോ നോക്കിയാ? രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടോ അതിനകത്ത്? ക്യാഷ് കളക്ഷൻ വന്നിട്ടുണ്ടോ? റിപ്പോർട്ട് മേക്കിംഗ് വന്നിട്ടുണ്ടോ? ഏതാ ആൻസർ വരുന്ന? ഏതാ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓൾ ഓഫ് ദ എബോ. രജിസ്ട്രേഷൻ മാത്രമല്ല, രജിസ്ട്രേഷൻ, ക്യാഷ് കളക്ഷൻ, റിപ്പോർട്ട് മേക്കിംഗ് ഇതെല്ലാം ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അടുത്ത നോക്കിയേ, ഫ്രണ്ട് ഓഫീസ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ദ അഡ്വാൻറ്റേജസ് ഓഫ് CRM? Which of the following comes under the advantage of CRM? CRM-ന്റെ അഡ്വാൻറ്റേജിൽ വരുന്ന ഏതൊക്കെയാണ്? ഓപ്ഷൻ വായിക്കാം കേട്ടോ. ഫ്രണ്ട് ഓഫീസിൽ എടുത്ത് വെച്ചില്ലേ? അതിനകത്ത് നോക്കിയേ. സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. സേവ് ടൈം ആൻഡ് റിസോഴ്സസ് വന്നിട്ടുണ്ടോ നോക്കട്ടോ. റെഡ്യൂസ് ഇറേഴ്സ് ഇൻ മെഡിക്കൽ ബിൽസ്. മെഡിക്കൽ ബില്ലിൽ ഉണ്ടാകുന്ന പിശകുകള് കുറയ്ക്കാൻ സാധിക്കുന്നു. Then അടുത്ത നോക്കിയേ. കട്ട് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫങ്ഷൻസ്. ഫ്രണ്ട് ഓഫീസിന്റെ ബാക്ക് ഓഫീസ് ഫങ്ഷൻസിനെയും കണക്ട് ചെയ്യുന്നു. ഓൾ ഓഫ് ദ എബോ. ഏത് അഡ്വാൻറ്റേജ് വന്ന CRM-ന്റെ? ഓപ്ഷൻ ഡി അല്ലെ? എല്ലാം വരുന്നത്. ഓക്കെ. Next, labor room. What is the another name of labor room? Another name of labor room. Labor room-ന്റെ കുറച്ച് മറ്റു പേരുകൾ നമ്മൾ പഠിച്ചില്ലേ? അതിനകത്ത് വന്നത് ഏതാന്ന് നോക്കിയേ. ബർത്തിങ് യൂണിറ്റ്, LDRP സ്യൂട്ട്, ലേബർ ഡെലിവറി റിക്കവറി റൂം. ഓപ്ഷൻ ഡിയില് ഓൾ ഓഫ് ദ എബോ. ഏതാ ലേബർ റൂമിന്റെ? എല്ലാം നമ്മൾ മറ്റു പേരുകളാണല്ലേ. ബർത്തിങ് യൂണിറ്റ് എന്ന് പറയും, LDRP സ്യൂട്ട് എന്ന് പറയും, ലേബർ ഡെലിവറി റിക്കവറി റൂം എന്നും ലേബർ റൂമിന് പറയാം. ഓൾ ഓഫ് ദ എബോ. Next, dash is one of the crucial tools and equipments used in the delivery room. ഏറ്റവും പ്രധാനപ്പെട്ട കുറെ ടൂൾസ് എക്യുപ്മെന്റ്സ് നമ്മൾ പറഞ്ഞില്ലേ ലേബർ റൂമിലുള്ള. അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണ്? ഡാഷ് ഈസ് ദ വൺ ഓഫ് ദ ക്രൂഷ്യൽ ടൂൾസ്. ഏറ്റവും നിർണായകമായിട്ടുള്ളത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ നോക്കാട്ടോ, അതിനകത്ത് എല്ലാം ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നമ്മൾ ആ സെന്റൻസ് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ എടുത്ത് പറയണ്ടല്ലേ. ഡാഷ് ഈസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ ടൂള്. റേഡിയന്റ് വാർമർ, ലേബർ ടേബിൾ, ഫീറ്റൽ ഡ്രോപ്ലർ, ഓൾ ഓഫ് ദ എബോ. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എന്ന് പറഞ്ഞ സെന്റൻസ് ആ പാരഗ്രാഫിൽ കിടക്കുന്നുണ്ടല്ലോ. ഏതാണ് അതിനകത്ത് വരുന്നേ? ഏതാണ്? ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? ഓപ്ഷൻ എയില് റേഡിയന്റ് വാർമർ പറഞ്ഞു, ഓപ്ഷൻ ബിയില് ലേബർ ടേബിൾ പറഞ്ഞു, ഓപ്ഷൻ സിയില് ഫീറ്റൽ ഡോപ്ലർ പറഞ്ഞു, ഓപ്ഷൻ ഡിയില് ഓൾ ഓഫ് ദ. ബി ഞാൻ ഓപ്ഷൻ പറഞ്ഞത് മാറിപ്പോയതല്ലോ. ലേബർ ടേബിൾ അങ്ങനെ തന്നെ ഇല്ലേ നിങ്ങളുടെ ആ ടെക്സ്റ്റില്? അല്ലേ? ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ കിടക്കണ്ടല്ലോ, ആ സെന്റൻസ് അതുപോലെ കിടക്കണ്ട. അടുത്തത് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഓപ്പറേഷൻ തിയേറ്ററിലാണ്. Who is responsible for managing and training new clerical within the operating room department? ആർക്കുടെ റെസ്പോൺസിബിലിറ്റി ആണ് നോക്കട്ടോ. Who is responsible for managing and training
new clinical within the operating room department. ആരാ? ഓപ്ഷൻ എയില് സർജൻ, ഓപ്ഷൻ ബിയില് രജിസ്ട്രേർഡ് നേഴ്സ്, ഓപ്ഷൻ സിയില് എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോവ്. ആരാണ് ട്രെയിനിങ് കൊടുക്കാൻ പുതിയതായിട്ടുള്ള ക്ലിനിക്കൽ സ്റ്റാഫുകൾ, അവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ, ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ട്രെയിനിങ് കൊടുക്കാൻ, അവരെ മാനേജ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടത് ആരാണ്? സർജൻ ആണോ, രജിസ്ട്രേർഡ് നേഴ്സ് ആണോ, ഓപ്ഷൻ സിയില് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണോ? സി എക്സിക്യൂട്ടീവ് സെക്രട്ടറി. അതിന്റെ ഡ്യൂട്ടീസ് നമ്മൾ പഠിച്ചുള്ള റെസ്പോൺസിബിലിറ്റി അതിന്റെ ഉള്ളിൽ വെച്ച് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. എന്തായാലും നമുക്ക് ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ അറിയാലോ, സർജൻ എന്തായാലും അല്ലെ ട്രെയിനിങ് കൊടുക്കണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സർജന് സർജറി ചെയ്താന്നുള്ളൂ. രജിസ്ട്രേർഡ് നേഴ്സ് അല്ല, നേഴ്സിന് അത്രയും ഇതൊന്നുമില്ല അല്ലെ, അവർക്ക് ട്രെയിനിങ് കൊടുക്കാന്നുള്ളത്. അതിന്റെ പ്രത്യേക പൊസിഷൻ നമ്മൾ പറയേണ്ട എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. In the recovery room, patient observation to be performed every dash minutes after the surgery. ഓരോ സർജറിക്ക് ശേഷവും എങ്ങനെ അവര് എത്ര മിനിറ്റാ പറഞ്ഞേക്കണത്? ഡാഷ് മിനിറ്റ്സ് പറഞ്ഞേക്കണം ഒബ്സർവേഷൻ ചെയ്യുന്നത്. 10 minutes കൂടുമ്പോഴ്, 30 minutes കൂടുമ്പോഴ്, 50 minutes കൂടുമ്പോഴ്, then 1 hour. 50 അല്ലെ, അത് പറയുന്നതല്ലോ കൃത്യമായിട്ടല്ലേ. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും അവരെ ഒബ്സർവ് ചെയ്യണം അല്ലെ. റിക്കവറി റൂം പേഷ്യന്റ് ഒബ്സർവേഷൻ ടു ബി പെർഫോംഡ് എവരി 15 minutes. ഓരോ 15 മിനിറ്റിലും അവരെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. Next, paper 2 നോക്കാം ട്ടാ. അതിനകത്ത് നമുക്ക് ആംബുലൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരുന്നത്. Okay, which type of ambulance does not have a medical facility inside the vehicle? കണ്ടോ, ശ്രദ്ധിച്ചേക്കാട്ടോ ക്വസ്റ്റ്യൻ. Which of the following type of ambulance does not have a medical facility? Medical facility ഇല്ലാത്തത് ഏത് ടൈപ്പിലാ? ടൈപ്പ് എ, ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻസ് ആട്ടോ. ഓപ്ഷൻ എയിൽ കൊടുത്തേക്കുന്ന ടൈപ്പ് എ, then ഓപ്ഷൻ ബിയില് ടൈപ്പ് സി, ഓപ്ഷൻ സി കൊടുത്തേക്കുന്ന ടൈപ്പ് ഡി, ഓപ്ഷൻ ബിയില് ഓൾ ഓഫ് ദ എബോവ്. ഇതിൽ ഫെസിലിറ്റി ഇല്ലാത്തത് ഏത് ടൈപ്പിലാ? മെഡിക്കൽ ഫെസിലിറ്റി വെഹിക്കിളിന്റെ ഉള്ളിൽ ഇല്ലാത്തത് ഏത് ടൈപ്പ് ആംബുലൻസിലാണ്? ടൈപ്പ് എയിൽ അല്ലെ. എ മെഷീൻ യൂസ്ഡ് ടു റെസ്യൂം ദ ഹാർട്ട്. ഏത് മെഷീനാ? ഹാർട്ട് പുനരാരംഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ. എക്സാമ്പിൾ ഞാൻ ഓപ്ഷൻസ് വായിക്കാം കേട്ടോ. സക്ഷൻ മെഷീൻ, ഓപ്ഷൻ ബിയില് പൾസ് ഓക്സിമീറ്റർ, ഓപ്ഷൻ ബിയില് ഡിഫിബ്രിലേറ്റർ, then ഓപ്ഷൻ ബിയില് BP മോണിറ്റർ. ഇതാണ് അങ്ങനെ തന്നെ പഠിക്കാണ്ടല്ലോ. A machine used to resume the heart. സി അല്ലെ, ഡിഫിബ്രിലേറ്റർ. ഓക്കെ, നെക്സ്റ്റ് നോക്കി ആംബുലൻസിൽ തന്നെ ക്വസ്റ്റ്യൻ ആണ്. Which of the following are the common colors used in the ambulance warning beacons? Which of the following are the common colors used in ambulance warning beacon? ഏതൊക്കെ കളറുകളാണ് ആംബുലൻസ് വാർണിംഗ് ബീക്കണിൽ സാധാരണ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ബ്ലൂ, ഓപ്ഷൻ ബിയില് റെഡ്, ഓപ്ഷൻ സിയില് ആംബർ, ഓപ്ഷൻ ഡിയില് ഓൾ ഓഫ് ദ എബോവ്. അത് ഏത് കളറാണ് ഉപയോഗിക്കണേ? എല്ലാരും ഉപയോഗിക്കണ്ടോ? യെസ്, ഓപ്ഷൻ ഡി അല്ലെ. എല്ലാ കളറും വാണിംഗ് ബീക്കൺസിൽ ഉപയോഗിക്കുന്നതാണ് അല്ലെ. ലാസ്റ്റ് ചാപ്റ്റർ ഒക്കെ പെട്ടെന്ന് ഓർമ്മയുണ്ടല്ലേ, ലാസ്റ്റ് ഇപ്പൊ എടുത്തുള്ളത് കൊണ്ട്. ആദ്യത്തെയൊക്കെ ഓർക്കല്ലേ, വായിച്ചപ്പോ നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റല്ലേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോ?
ചാപ്റ്റേഴ്സ് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോകാൻ പറ്റുള്ളേ. ലാസ്റ്റ് എടുത്ത ചാപ്റ്റർ ഒക്കെ ആണെങ്കിൽ നല്ല ഓർമ്മയുണ്ടാവും അല്ലെ? ആ ദിവസമൊക്കെ നമ്മൾ ഇപ്പൊ എടുത്ത് തീർത്തേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് മോർച്ചറി. ഇവിടെ ചോദിച്ചാൽ നോക്കി, മോർച്ചറി എന്നുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ഈസ് പെർഫോംഡ് ബൈ ദ ഡാഷ്. മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ഈസ് പെർഫോംഡ് ബൈ പത്തോളജിസ്റ്റ്, ഫോറൻസിക് എക്സ്പേർട്ട്, റേഡിയോളജിസ്റ്റ്, മോർട്ടീഷ്യൻ. ആരാണ് ശ്രദ്ധിച്ചേ? മെഡിക്കോ ലീഗൽ ആണ്. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി നിയമപരമായിട്ട്, ക്ലിനിക്കൽ അല്ല ചോദിച്ചത്. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ആരാണ് ചെയ്യുന്നത്? ഫോറൻസിക് എക്സ്പേർട്ട് അല്ലെ? ക്ലിനിക്കൽ ഓട്ടോപ്സി ആണ് പതോളജിസ്റ്റ്. രോഗവിദഗ്ധർ അല്ലെ? രോഗം നിർണ്ണയിക്കാൻ, എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കാനൊക്കെ വേണ്ടി ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി. അത് ചെയ്യുന്നത് പതോളജിസ്റ്റും. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ലീഗൽ പർപ്പസ് ആണ് അല്ലെ? അത് ചെയ്യുന്നത് ആരാണ്? ഫോറൻസിക് വിദഗ്ധരുമാണ്. അപ്പൊ അവരുടെ കേസിന്റെ ഭാഗമായിട്ടൊക്കെ എന്താ, അത് മർദ്ദറാണോ, എത്ര സമയമായി മരിച്ചിട്ട്, അതിന് വന്ന കാരണം എന്താണ് അല്ലെ, മരിച്ച സമയം, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ, അത് മർദ്ദറും ഒക്കെയാണോ, അങ്ങനെ നമുക്ക് എന്താ ഒരു കേസിന്റെ ലീഗൽ പർപ്പസ് അല്ലെ? മെഡിക്കോ മെഡിക്കൽ ആൻഡ് ലീഗൽ പർപ്പസ് അത് ചെയ്യുന്നത് ആരാ? ഫോറൻസിക് എക്സ്പേർട്ട്. തെറ്റിപ്പോയ ആളൊന്നും ശ്രദ്ധിക്കേട്ടോ, ഞാൻ ഒന്നുകൂടി പറഞ്ഞേ. ഇപ്പൊ തെറ്റിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇനി ഈ ക്വസ്റ്റ്യൻ വന്നേക്ക് തെറ്റിക്കൂല്ലോ, ഇല്ലല്ലോ. ക്ലിനിക്കൽ ആണ്, ഇപ്പൊ തെറ്റിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളത് ഇനി ഒരിക്കലും തെറ്റൂല. ഓക്കെ, നമുക്ക് ചോദിച്ചാൽ ക്ലിനിക്കൽ ഓട്ടോപ്സി ആണെങ്കിലും പതോളജിസ്റ്റും, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ആണെങ്കിലും ഫോറൻസിക് എക്സ്പേർട്ടുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. Dead bodies that have not climbed are kept in mortuary for dash hours. Climb ചെയ്യാത്ത ബോഡീസ് എത്ര സമയം കീപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ ഹോസ്പിറ്റലില്? ഓപ്ഷൻ വായിക്കാം കേട്ടോ. ഓപ്ഷൻ എ 24 hours, ഓപ്ഷൻ ബിയില് 12 hours, ഓപ്ഷൻ സിയില് 48 hours, ഓപ്ഷൻ ഡിയില് 72 hours. ക്ലൈം ചെയ്യാത്ത ബോഡീസ് എത്ര സമയം? 72 മണിക്കൂർ ലീഗലി നിയമം ഉണ്ടല്ലേ? ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം. തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങള്, ക്ലൈം ചെയ്യാത്ത ബോഡീസ് ഹോസ്പിറ്റലില് 72 മണിക്കൂർ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. 72 hours. അപ്പൊ എത്ര 72 hours പറഞ്ഞാൽ എത്ര വരും? 3 ദിവസം വരെ അല്ലെ? 72 hours 3 ദിവസം. മോർച്ചറിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. In negative temperature mortuary cold chamber, the dead bodies are kept between dash. നെഗറ്റീവ് ടെമ്പറേച്ചർ ആണ്. എത്ര ഡിഗ്രിക്ക് ഇടയിലാണ് ബോഡി കീപ്പ് ചെയ്യണത്? ഓപ്ഷൻ എ -5 degree to -10 degree, ഓപ്ഷൻ ബിയില് -10 degree to -15 degree, ഓപ്ഷൻ സിയില് -50 degree Celsius to -25 degree Celsius. Then option ബിയില് -30 degree to -40 degree Celsius. 40 ഡിഗ്രി 30 ഡിഗ്രിക്കും 40 ഡിഗ്രിക്കും ഇടയില്. എത്ര കറക്റ്റ് എത്രയാ? നെഗറ്റീവ് ടെമ്പറേച്ചറിൽ എത്ര ഡിഗ്രിക്കാ? ഓപ്ഷൻ സി അല്ലേ? -50 degree Celsius to -25 degree Celsius. ഓക്കെ, അപ്പോ ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈകിട്ട് ചെയ്യാണ്. അപ്പൊ ഇനി സമയം എക്സാമിന്റെ നിങ്ങൾക്ക് ഡേറ്റ് തന്നിട്ടില്ലല്ലോ. അടുത്ത തന്നെ നിങ്ങൾക്ക് ഇപ്പോ മൊഡ്യൂൾ എക്സാം പേപ്പർ 1 പേപ്പർ 2 എക്സാം ഉണ്ട്. അപ്പൊ നിങ്ങൾ റിവൈസ് ചെയ്തോട്ടോ. പഠിച്ചു കഴിയുമ്പോ എല്ലാവരും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. മോക്ക് ടെസ്റ്റുകളും അതിന്റെ ഒപ്പം തന്നെ എടുത്ത് വെച്ച് നോക്കാം. ഫോണിൽ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ, ചിലര് നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.